ഷജീർ ഇക്ബാലിനെ ആക്രമിച്ചവരെ അറസ്റ്റ് ചെയ്യണമെന്നാവശ്യപ്പെട്ട് യൂത്ത് ലീഗിന്റെ നേതൃത്വത്തിൽ പെരിങ്ങോം പോലീസ് സ്റ്റേഷനിലേക്ക് മാർച്ച് നടത്തി. ദിസ് ന്യൂസ് ഈസ് ബ്രോട്ട് യു ബൈ സ്വന്തം ജോസ്കോ ജ്വല്ലേഴ്സ്. ഇനി സംശുദ്ധമായ സ്വർണം ചെറുപുഴയിൽ. മുസ്ലിം യൂത്ത് ലീഗ് കണ്ണൂർ ജില്ലാ ജനറൽ സെക്രട്ടറി ഷജീർ ഇക്ബാലിനെ ആക്രമിച്ചവരെ അറസ്റ്റ് ചെയ്യണമെന്നാവശ്യപ്പെട്ട് യൂത്ത് ലീഗിന്റെ നേതൃത്വത്തിൽ പെരിങ്ങോം പോലീസ് സ്റ്റേഷനിലേക്ക് മാർച്ച് നടത്തി. മാർച്ച് പെരിങ്ങോം ടൗണിൽ പോലീസ് തടഞ്ഞു. തുടർന്ന് നടന്ന പ്രതിഷേധ യോഗത്തിൽ യൂത്ത് ലീഗ് ജില്ലാ ട്രഷറർ ഷബീർ എടയന്നൂർ സ്വാഗതം പറഞ്ഞു. ജില്ലാ പ്രസിഡന്റ് കെ ഷിനോജ് അധ്യക്ഷത വഹിച്ചു. മുസ്ലിം ലീഗ് ജില്ലാ ജനറൽ സെക്രട്ടറി KT സഹദുള്ള ഉദ്ഘാടനം ചെയ്തു. മുമ്പിൽ അവർക്കറിയാം എന്തുകൊണ്ട് അവരെ അറസ്റ്റ് ചെയ്യാൻ മുന്നോട്ട് വരുന്നില്ല എന്നുള്ളതാണ് നമുക്ക് ഈ സമരത്തിലൂടെ ചോദിക്കാനുള്ളത്. കേരളത്തിലെ പോലീസ് നമുക്കറിയാം, കേരളത്തിലെ +2 വിദ്യാഭ്യാസത്തിന് കുട്ടികൾക്ക് പഠിക്കാൻ സൗകര്യമില്ല എന്ന് പറഞ്ഞുകൊണ്ട് മുസ്ലിം യൂത്ത് ലീഗ് ഒരു സമരം സംഘടിപ്പിച്ചപ്പോൾ അത് നേതൃത്വം കൊടുത്ത PK ഫിറോസിനെ വീട് വളഞ്ഞ് അറസ്റ്റ് ചെയ്തവരാണ് കേരളത്തിലെ പോലീസുകാർ. എന്തേ ഷജീർ ഇക്ബാലിനെ പരസ്യമായി മർദ്ദിച്ചിട്ട് ഒരു നടപടിയും സ്വീകരിക്കാൻ എന്തുകൊണ്ട് പോലീസ് മുന്നോട്ട് വരുന്നില്ല? ഇങ്ങനെയുള്ള ഭരണവിലാസം സംഘടനയായും പോലീസ് മാറുന്ന ദയനീയമായ കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇത് അനുവദിക്കില്ല. മുസ്ലിം യൂത്ത് ലീഗിന്റെ പ്രിയപ്പെട്ട ഷജീർ ഇക്ബാലിനെ മർദ്ദിച്ച ഗുണ്ടകളെ എത്രയും പെട്ടെന്ന് അറസ്റ്റ് ചെയ്യാൻ പെരിങ്ങോം പോലീസ് അധികാരികൾ മുന്നോട്ട് വരണം. വന്നില്ലെങ്കിൽ ഈ സമരം ഇവിടം അവസാനിക്കില്ല. ഇനിയും ചിലപ്പോൾ പയ്യന്നൂർ DYSP ഓഫീസാണ് നമ്മുടെ ലക്ഷ്യം. നിങ്ങൾ അറസ്റ്റ് ചെയ്തിട്ടില്ലെങ്കിൽ, അവിടെ കൂടെ തീരില്ലെങ്കിൽ ജില്ലാ പോലീസ് മേധാവിയുടെ ഓഫീസിലേക്ക് പോലും മാർച്ച് ചെയ്യാൻ നമ്മൾ തയ്യാറാകുമെന്ന മുന്നറിയിപ്പ് കൊടുക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഷജീർ ഇക്ബാലിനെ മർദ്ദിച്ച ഗുണ്ടകളെ അറസ്റ്റ് ചെയ്ത് മാന്യമായ നിലപാട് സ്വീകരിക്കാൻ പോലീസുകാർ മുന്നോട്ട് വരണം. CPMന്റെ ഓഫീസ് AKG സെന്ററിൽ ഒന്നുമല്ലല്ലോ നിങ്ങൾക്ക് ശമ്പളം തരുന്നത്. ഈ നാട്ടിലെ ജനങ്ങളുടെ നികുതി പണം കൊണ്ട് സർക്കാരിന്റെ ഖജനാവിൽ തരുന്ന ശമ്പളം നീതി നടപ്പിലാക്കാനാണ്. ഭരിക്കുന്ന പാർട്ടിക്ക് വേണ്ടി അടിമപ്പണി ചെയ്യാനല്ല, നീതി നടപ്പിലാക്കാണ് പോലീസിന്റെ ദൌത്യം. ആ ദൌത്യം നിറവേറ്റിക്കൊണ്ട് ഷജീർ ഇക്ബാലിനെ മർദ്ദിച്ച ഗുണ്ടകൾ എത്രയും പെട്ടെന്ന് അറസ്റ്റ് ചെയ്യാൻ മുന്നോട്ട് വരണമെന്ന് സൂചിപ്പിച്ചുകൊണ്ട് ഈ പോലീസ് സ്റ്റേഷൻ മാർച്ച് പെരിങ്ങോം പോലീസ് സ്റ്റേഷനിലേക്ക് മുസ്ലിം യൂത്ത് ലീഗ് നടത്തി. ഷാക്കിർ അടൂർക്കാട്, P മുസ്തഫ, PK ഷംസീർ, NA സിദ്ദിഖ്, തസ്ലീം മാണിയാട്ട്, മൻസൂർ ഇരിക്കൂർ, MB മുഹമ്മദ്, മുർഷിദ് കോയിപ്ര, ഫാസിൽ ഞെക്ലി, മുഹമ്മദ് പയ്യന്നൂർ, ജംഷീർ ആലക്കാട് എന്നിവർ പ്രസംഗിച്ചു. വെല്ലുവിളിക്കുന്നില്ല. ഈ പ്രദേശത്ത് മാന്യമായി സമരം ചെയ്തവരാണ് ഞങ്ങൾ. എന്നാൽ കരിങ്കൊടി സമരം ആദ്യമായിട്ടാണോ കണ്ണൂരിൽ, അല്ലെങ്കിൽ കേരളത്തിൽ ആദ്യമായിട്ടാണോ? ഞങ്ങൾ അഭിവന്ദനായ നേതാവ് CH മുഹമ്മദ് ഖയ, അദ്ദേഹത്തെ ആസിഡ് ബൾബറിന് കൊല്ലാൻ ശ്രമിച്ചവർ അന്നുണ്ടായിരുന്നു. അവരെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തി മാന്യമായി ചായ സൽക്കാരം കൊടുത്തതാണ് ഞങ്ങളുടെ നേതാവ്. പ്രിയപ്പെട്ട കേരളത്തിന്റെ അഭിവന്ദനായ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി കണ്ണൂരിൽ വന്നപ്പോ കല്ലുകൊണ്ട് അദ്ദേഹത്തിന് നെറ്റിയെറിഞ്ഞ് പൊളിച്ചവരാണ് കണ്ണൂരിലെ CPM. അന്ന് ഉമ്മൻചാണ്ടി പറഞ്ഞു വെച്ചത് സമരം ചെയ്യണ്ട, എന്റെ നെറ്റിയാണ് പൊളിഞ്ഞത്, എന്റെ നെറ്റിയിൽ നിന്ന് ചുടുചൂര ഒഴുകിപ്പോയാലും ഒരാൾക്ക് പോലും ബുദ്ധിമുട്ടുണ്ടാകരുത് എന്ന് പറഞ്ഞത് ഉമ്മൻചാണ്ടിയാണ്. അബ്ദുറബ്ബ് വിദ്യാഭ്യാസ മന്ത്രിയായപ്പോ അദ്ദേഹത്തിന് നേരെ കാലുകൊണ്ട് ചവിട്ടാൻ നോക്കിയത് SFIക്കാരാണ്. ശ്രീനിവാസൻ എന്ന് പറയുന്ന വൈസ് ചാൻസലറുടെ മുഖത്ത് കരിയൊലയിച്ചവൻ SFIക്കാരനാണ്.
ഇതൊക്കെയും സമരമാണെങ്കിൽ ഞങ്ങൾ ചെയ്തത് മാന്യമായ സമരമാണ്. കറുപ്പ് കൊടി പിടിച്ച എല്ലാ തവണയും നിങ്ങൾ കേരളത്തിൽ UDF ഭരിക്കുമോ നിങ്ങൾ സമരം ചെയ്യുന്ന അതേ രീതിയിൽ ഞങ്ങൾ തിരിച്ചു സമരം ചെയ്തു. എന്നാൽ ഞങ്ങൾ ഒന്ന് വിളിച്ചു പറയുന്നു, ആരോഗ്യ മേഖല വെന്റിലേറ്ററിലാണ്. ഞങ്ങൾ ഈ സമരം എന്ന് പറയുന്നത് ആരെയും വെല്ലുവിളിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു സമരമല്ല. പക്ഷേ പോലീസുകാർ ഉൾപ്പെടെയുള്ള നിയമപാലകരോട് വളരെ സ്നേഹപൂർവ്വമുള്ള ഒരു ഉണർത്തൽ ഞങ്ങളുടേത്. ഞങ്ങളുടെ ജില്ലാ മുസ്ലിം യൂത്ത് ലീഗിന്റെ അഭിവന്ദ്യനായ സെക്രട്ടറിയും കഴിഞ്ഞ 5 വർഷക്കാലം ഈ പെരിങ്ങോം ഗ്രാമപഞ്ചായത്തിലെ ഏറ്റവും മികച്ച മെമ്പറായി സേവന പ്രവർത്തനം നടത്തിയ ഷജീർ ഇക്ബാൽ എന്ന പൊതുപ്രവർത്തകനെ പോലീസിന്റെ കൺമുമ്പിൽ വെച്ച് ആൾക്കൂട്ട മർദ്ദനം നടത്തിയ CPM-ന്റെ DYFI-യുടെ CIT-യുടെ തമ്മാടികളെ അറസ്റ്റ് ചെയ്യുക എന്ന ന്യായമായ ആവശ്യം ഉയർത്തിക്കൊണ്ടാണ്. നേരത്തെ പ്രിയങ്കരനായ പ്രസിഡന്റ് സൂചിപ്പിച്ചതുപോലെ മുസ്ലിം യൂത്ത് ലീഗ് ഒരു വെജിറ്റബിൾ പൊളിറ്റിക്സ് സ്വീകരിക്കുന്നവരല്ല. ഞങ്ങളൊരു ഗാന്ധിയൻ സിദ്ധാന്തം ഫിലോസഫി ഉയർത്തിപ്പിടിച്ച് മുന്നോട്ട് പോകുന്നവരുമല്ല. പക്ഷെ ഞങ്ങൾ ഗാന്ധിയൻ ആശയങ്ങൾ ഉൾക്കൊള്ളുന്നവരാണ്. ഞങ്ങളുടെ യൂത്ത് ലീഗിന്റെ സഹപ്രവർത്തകരുടെ ഒരു കവളത്തടിച്ചാൽ ഞങ്ങൾ ഒരുപക്ഷെ സഹിച്ചേക്കാം. പക്ഷേ രണ്ടാമത്തെ കവളി യൂത്ത് ലീഗുകാരന്റെ കവളത്തടിക്കാൻ ഉയർന്നു വന്നാൽ അവിടെ ബാക്കി നിൽക്കുന്നത് ഡിവൈഎഫ്ഐക്കാരന്റെ കവളും യൂത്ത് ലീഗുകാരന്റെ കൈയായിരിക്കും എന്ന കാര്യത്തിൽ തർക്കമില്ല എന്ന് ഓർത്തു വെച്ച പ്രിയപ്പെട്ടവരെ. കാരണം നിങ്ങളുടെ പിച്ചലും മാന്തലും നിങ്ങളുടെ പരിഹാസവും അതൊക്കെ മനസ്സിലാക്കിയിട്ടാണ് നിന്റെ മൂക്കിന്റെ മുമ്പിൽ ഷജീർ ഇക്ബാൽ എന്ന MSF-ലൂടെ ബാലവേദിയിലൂടെ ഈ സംഘടനയുടെ കൊടി പിടിക്കാൻ നിങ്ങളുടെ സകല അക്രമങ്ങളും നിങ്ങളുടെ പരിഹാസങ്ങളും ഏറ്റുവാങ്ങിക്കൊണ്ടാണ് ആ പൊതുപ്രവർത്തകൻ ഏറ്റവും മനോഹരമായ പഞ്ചായത്തിലെ മെമ്പറായി നല്ല മികച്ച പൊതുപ്രവർത്തകനായി മുന്നോട്ട് വന്നത്. പ്രിയപ്പെട്ടവരെ, പോലീസുകാരോട് വളരെ വിനയത്തോടുകൂടി പറയാനുള്ളത്, ഇത് ഇന്ത്യൻ ഭരണഘടന നൽകുന്ന ഒരു ആനുകൂല്യമാണ്, ഔദാര്യമല്ല. ഈ രാജ്യം ജനാധിപത്യ രാജ്യമാണ്. എന്റെ ഈ പെരിങ്ങോം അങ്ങാടിയിൽ നിൽക്കുന്ന പ്രിയപ്പെട്ടവരെ, രാഷ്ട്രീയമുള്ളവർ രാഷ്ട്രീയമില്ലാത്തവരോട് വളരെ മാന്യമായി പറയട്ടെ, നിങ്ങൾക്ക് ഓരോരുത്തർക്കും വേണ്ടിയാണ് ഇവിടെ ഈ കേരളത്തിൽ ആരൊക്കെ സമരം ചെയ്യുന്നോ, അത് DYFI ആയാലും യൂത്ത് ലീഗ് ആയാലും യൂത്ത് കോൺഗ്രസ് ആയാലും ചെയ്യുന്നത് അധികാരികൾ ചെയ്തു കൂട്ടുന്ന തമ്മാടിത്തങ്ങളെ തിരുത്തുക എന്നത് പ്രതിപക്ഷത്ത് നിൽക്കുന്ന യുവജന സംഘടനയുടെ ബാധ്യതയാണ്. ആ ബാധ്യതയാണ് യൂത്ത് ലീഗ് നിർവഹിച്ചത്. പ്രിയപ്പെട്ടവരെ, ചില ബന്ധങ്ങൾ പവിത്രമാണ്. കണ്ണും നിറയും മനസ്സും നിറയും. സ്വന്തം ജോസ്കോ ജ്വല്ലേഴ്സ്. ഇനി സംശുദ്ധമായ സ്വർണം ചെറുപുഴയിൽ.